ശബരിമല കൊടിമരത്തിലെ പഴയ വാജി വാഹനം തിരികെ വാങ്ങിക്കണമെന്ന് തന്ത്രി കുടുംബാംഗം കണ്ഠര രാജീവര് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അദ്ദേഹം ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കണ്ഠര രാജീവരുടെ തീരുമാനം നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണെന്ന്. കാര്യം വിവാദങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യതയുള്ളതുകൊണ്ട് അതിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചടിച്ചുകൊണ്ട് പോകാതിരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മുൻകരുതൽ കൂടിയാണ് ഈ കത്ത് നമ്മൾ മനസ്സിലാക്കുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസുമായി AV ജയശങ്കർ നമുക്കൊപ്പം ചേരുകയാണ്. ജയശങ്കർ, തന്ത്രിയെ ഈ കാര്യത്തിൽ പ്രേരിപ്പിച്ചത് എന്താണ്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണോ? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾ ഉണ്ടാവുകയും പിന്നാലെ തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഈ വാജി വാഹനം തന്ത്രി അനധികൃതമായി കൊണ്ടുപോയെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രചരണം ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ ഉൾപ്പെടെ കാണുകയും വിശദീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷവും ഈ വിവാദങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ശബരിമലയിലെ പഴയ കൊടിമരത്തിലെ വാജി വാഹനം ദേവസ്വം ബോർഡ് തിരികെ വാങ്ങിക്കണമെന്നൊരു കത്ത് നൽകിയിരിക്കുന്നത്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് തന്ത്രി കണ്ഠര രാജീവര് ഇതുമായി ബന്ധപ്പെട്ട കത്ത് നിലവിൽ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 11 ബോർഡിനെ ഈ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം സമീപിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ തന്റെ കയ്യിലിരിക്കുന്ന കൊടിമരത്തിലെ പഴയ വാജിവാഹനം തിരികെ വാങ്ങിക്കണമെന്നാണ് തന്ത്രി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഈ കത്ത് ലഭിച്ചിട്ടുണ്ട്. ഈ കത്തിന്മേൽ നടപടികൾ ദേവസ്വം ബോർഡ് വരും ദിവസങ്ങളിൽ തന്നെ സ്വീകരിക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ അടുത്ത മാസം തന്ത്രിയുടെ വീട്ടിലേക്ക് ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ ഇന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വിഷയത്തിൽ വിവാദങ്ങൾക്കില്ല. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വാജി വാഹനം തിരികെ വാങ്ങിക്കണമെന്നാണ് നിലവിൽ തന്ത്രി ആവശ്യപ്പെടുന്നത്. SKN ഈ ശബരിമലയുടെയും ഒപ്പം തന്നെ ഈ ക്ഷേത്രാചാരങ്ങൾ അനുസരിച്ച് ഈ കൊടിമരത്തിൽ നിന്ന് വാജിവാഹനം മാറ്റുമ്പോൾ പുതിയ വാജിവാഹനം വെക്കുമ്പോൾ പഴയ വാജിവാഹനം സ്വാഭാവികമായും തന്ത്രിമാരാണ് ഏറ്റെടുക്കാറുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും മറ്റ് ദേവസ്വം ബോർഡുകളുടെയും അമ്പലത്തിൽ ഈ രീതി തന്നെയാണ് പിന്തുടരുന്നത്. ഇതിൽ ചട്ടവിരുദ്ധമായി ഒന്നുമില്ല എന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. പക്ഷേ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തന്ത്രി ഇത് തിരികെ ദേവസ്വം ബോർഡ് വാങ്ങിക്കണം എന്നൊരാവശ്യമായി മുന്നോട്ട് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.